ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ തിരുവചന പഠന പരമ്പരയുടെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പസ്തോലന്മാരെ പറ്റിയുള്ള പഠനമാണല്ലോ നടത്തിയത്. ഈ കാലത്തും സഭയിൽ അപ്പസ്തോലന്മാർ വാസ്തവമായി ഉണ്ടെന്നും എന്നാൽ അതിൽ പലരും കള്ളാപ്പസ്തോലന്മാരാണെന്നും ഉള്ള തിരിച്ചറിവ് തിരുവചന വെളിച്ചത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അപ്പസ്തോലന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഗൗരവമായി നമുക്ക് കാണേണ്ടതാണ്. അവർക്ക് കൊടുത്തിട്ടുള്ള ദൈവിക അധികാരം എത്ര അത്ഭുതകരമാണ് എന്ന് തിരുവചനത്തിലൂടെ കർത്താവ് തന്നെ പറഞ്ഞ വാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതിനുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. പിന്നെ പറയുന്ന ഭാഗങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. മടിശീലയിൽ പൊന്നും വെള്ളിയും ഒന്നും, വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കിടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പിൻ. പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവിൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. തുടർന്നുള്ള വാക്യങ്ങൾ, അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഇത് യേശുക്രിസ്തുവിൻ്റെ തിരുവചനം കൊണ്ട് അരുളി ചെയ്ത തിരുവചനം തന്നെ ആയതുകൊണ്ട് ഒരു വിശദീകരണവും ആവശ്യമില്ല. വളരെ ലളിതവും സിമ്പിളുമാണുള്ളൂ. നമുക്ക് ശ്രദ്ധിക്കാം ദൈവമക്കളെ. ഒന്ന്, വചനം പ്രാർത്ഥനയോടെ ചിന്തിക്കണമേ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. വളരെ ഗൗരവമായി നമുക്ക് കാണേണ്ട ചില ആശയങ്ങൾ ഇതിനകത്തുണ്ട്. ഇവിടെ നോക്കൂ, 16-ാം വാക്യം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. അവിടെ അടുത്ത വാക്യം നോക്കൂ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും. അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവജനമേ, ഈ വാക്യങ്ങൾ എന്ത് ശ്രദ്ധേയമാണ്. എങ്ങനെയാണ് ഈ ദൈവരാജ്യത്തെപ്പറ്റി സുവിശേഷം അറിയിക്കേണ്ടതെന്ന് യേശു ക്രിസ്താവ് കൃത്യമായിട്ട് തൻ്റെ അപ്പസ്തോലന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ മരിച്ചവരെ ഉയർപ്പിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഒക്കെയുള്ള സർവ്വാധികാരവും കർത്താവ് കൊടുത്താണ് അവരെ വിടുന്നത്. അതെത്ര അത്ഭുതകരമാണെന്ന് നോക്കൂ. ആ അധികാരം ദൈവം കൊടുത്ത് അവരെ അതിന് ചുമതലപ്പെടുത്തി ദൈവമഹത്വം വെളിപ്പെടാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കിയിട്ടാണ് അയക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് വന്നാൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഈ തരുണത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, ശിഷ്യന്മാർ, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇവിടെ ദൈവമക്കളെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവായ യേശു പറയുകയാണ്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളോ അറിയാൻ ഉള്ളത് നിങ്ങൾക്കുള്ളതല്ലെന്ന്. അത് യേശു ക്രിസ്തുവിന് പോലും അറിയില്ലെന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അത് പിതാവായ ദൈവത്തിന്, യഹോവയായ ദൈവത്തിന് മാത്രം അറിയുന്ന സമയമാണ്. അതൊരു വിഷയം. മറ്റൊന്ന്, നമ്മൾ കണ്ടില്ല ഇവിടെ, നോക്കൂ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അത് ആ പരിശുദ്ധാത്മാവിന് ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഭീരുത്വവും ഭയവും ഒക്കെ ഉണ്ടാകുന്നത്. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ അവരെ ഉപദേശിച്ചതുകൊണ്ട് അവരെല്ലാവരും കൂടിയിരുന്ന് പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയാണല്ലോ 2-ാം അധ്യായത്തിൽ നമുക്കറിയാം പരിശുദ്ധാത്മ നിറവിൻ്റെ ആഴമായ അനുഭവങ്ങളും പ്രത്യക്ഷമായ തെളിവുകളും ഒക്കെ വെളിപ്പെട്ടു വരുന്നത്. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കുറേ വാചകം അടിച്ച് കുറേ വചനം പഠിച്ചിട്ട് പോയി പ്രസംഗിക്കുകയോ വല്ലതുമൊക്കെ പറയുകയോ ചെയ്യുന്നതിലല്ല കാര്യം എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മുടെ വിഷയത്തിൽ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഏതെങ്കിലും സ്ഥലത്ത് പോയി സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ അവിടുത്തെ പ്രാദേശിക തലത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എതിർപ്പുകളുണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? ചെല്ലുന്നവർ അതിനെ എതിർക്കാൻ നോക്കുകയില്ലേ? അല്ലെങ്കിൽ സംഘടിച്ച് കേസ് കൊടുക്കാൻ നോക്കുന്നു, പ്രമാണിമാരെ ഇടപെടുത്തി അതിന് പരിഹാരം കാണാൻ നോക്കുന്നു. ഇങ്ങനെയുള്ള ലോകപരമായ നടപടികളല്ലേ പലപ്പോഴും പലയിടത്തും കാണുന്നത്. അങ്ങനെയല്ലല്ലോ കർത്താവ് പറഞ്ഞത്. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അവിടെ, അല്ലേ? അമ്മയപ്പന്മാർക്ക് മക്കൾക്കെതിരെയൊക്കെ തിരിയുന്നൊരു അനുഭവം ഉണ്ടാകാൻ ചിലപ്പം ഒക്കെ എന്തു വന്നാലും കർത്താവിനെ പ്രതി സഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. അവസാനത്തോളം സഹിച്ച് പദവ് വളരെ എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. അപ്പോൾ തന്നെ അവിടെ കർത്താവ് മറ്റൊരു വാക്യം പറഞ്ഞു, 16-ാം വാക്യം, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവാനും കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നില്ലേ? ഇതൊക്കെ ഈ സുവിശേഷ ഘോഷണത്തിൽ നടക്കുന്ന ആളുകൾ ഗൗരവമായി കാണേണ്ട കാര്യങ്ങളല്ലേ? പലയിടത്തും പോയി പ്രശ്നമുണ്ടാക്കിയ അവസാനം ദൈവനാമം ദൂഷിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. എൻ്റെ മനസ്സിൽ ഞങ്ങൾ ഓർമ്മ വരികയാണ്, ഞങ്ങളെ ഒരിക്കൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ സുവിശേഷവുമായി കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരൻ വളരെ അരിശപ്പെട്ട് ഞങ്ങളുടെ നേരെ വന്നു. അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ പോയിക്കൊള്ളാം, വി ആർ വെരി സോറി, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ വളരെ സങ്കടമുണ്ട്, ഇനി ഇതിൽ വരത്തില്ല, ഞങ്ങളെ താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കാം എന്ന് കരുതിയാണ് വന്നത് എന്ന് പറഞ്ഞു. അവൻ ശാന്തനായി, ഓക്കെ, ഇനി മേലെ ഈ പ്രദേശത്ത് കണ്ടുപോകരുത് എന്ന് പറഞ്ഞു. ഇല്ല മോനെ, ഞങ്ങളിങ്ങോട്ട് ഈ വിഭാഗത്തേക്ക് വരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാനും വൈഫും കൂടെ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഞങ്ങളൊന്ന് പറയണ കേക്ക് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് അല്ലെങ്കിൽ ഒരു ട്രാക്ട് കൊടുത്ത് നിർബന്ധമായിട്ടും ആ കോപിച്ചിരിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് പിന്നെയും കൂടി രീതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെ വല്ലതും ചെയ്താലോ എന്താ സംഭവിക്കുക? അതൊക്കെ പരിജ്ഞാനത്തോടെ, അതാണ് ആത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയുമുള്ളവർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവാത്മാവ് പഠിപ്പിക്കും. പരിശുദ്ധ കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തു പറയേണ്ടുന്ന ആ സമയത്ത് ചിന്തിക്കേണ്ട, നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പറയേണ്ടത് ആ സമയത്ത് പറയും എന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഭാരതത്തിൽ വിശേഷാൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പല ദൈവദാസന്മാരും ദൈവമക്കളുമൊക്കെ പലപ്പോഴും പ്രതിസന്ധികൾ നേരിടുമ്പോൾ, എതിർപ്പുകൾ നേരിടുമ്പോൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നാമത് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് ശക്തി പ്രാപിച്ച ശേഷമാണ് ഇങ്ങനെയുള്ള ദൈവനിയോഗമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പോകാവൂ. അല്ലാതെ നമ്മുടെ സ്വയബുദ്ധിയിൽ ചെയ്യേണ്ട കാര്യമേ അല്ലിത്. അത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. യേശു കർത്താവ് പറഞ്ഞയച്ച ശിഷ്യന്മാർക്ക് ദൈവ അധികാരവും കൊടുത്ത് വളരെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്താണ് പറഞ്ഞു വിട്ടത്. ആദ്യം ശക്തി സംഭരിക്കുകയാണ് വേണ്ടത്. യേശു ക്രിസ്തുവിനെ ഞാൻ ആ മനുഷ്യനെ അറിയുക പോലും ഇല്ല എന്ന്
സത്യം ചെയ്ത് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ പത്രോസ്. പിന്നത്തേതിൽ നമുക്കറിയാമല്ലോ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൻ്റെ മേൽ വന്നപ്പോൾ പ്രമാണിമാരോട് പോലും ധൈര്യത്തോടെ പറയുന്ന പദങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞങ്ങൾ മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയപ്പെടുന്നത്, നിങ്ങളെയല്ല ഞങ്ങൾക്ക് അനുസരിക്കേണ്ടത്, ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് എന്ന് പ്രമാണിമാരുടെ മുഖത്ത് നോക്കി പറയുവാനുള്ള ചങ്കൂറ്റം കിട്ടിയത് പത്രോസിന് സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ട് കിട്ടിയതല്ല. തൻ്റെ മേൽ ദൈവം പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരുന്നതുകൊണ്ട് ആ ശക്തിയുടെ ബലത്തിലാണ് ധൈര്യമായിട്ട് പ്രമാണിമാരോട് പോലും ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം ഇതേ ഉള്ളൂ. ആരിവിടെ സുവിശേഷ പ്രവർത്തനത്തിന് പോയാലും രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന്, കാത്തിരുന്ന് ആത്മശക്തി പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണം. പിന്നെ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച ശേഷമേ പോകാവൂ. സ്വയബുദ്ധിയിൽ, യുക്തിയിൽ, ബുദ്ധിയിൽ ചുമ തോന്നുന്ന പോലെ പോയി ദൈവനാമം ദുഷിക്കപ്പെടാനിടയാകരുത്. ദൈവത്തിൽ നിന്ന് കൃത്യമായ ദൈവിക അധികാരവും ദൈവനിയോഗവും പ്രാപിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാനുള്ള ദൈവശക്തി കൂടി സംഭരിച്ച ശേഷം പോകുന്നതാണ് ദൈവവചനത്തെ ഉറപ്പിക്കാൻ ഏറ്റവും അഭികാമ്യമെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു. കാണുന്നവരെല്ലാം വെളിച്ചപ്പാടന്മാരാകുന്ന അനുഭവം ദൈവമക്കൾക്ക് യോഗ്യമല്ലേയല്ല. തിരുവചനത്തിൽ 5 തരം ശുശ്രൂഷകൾ പറയുന്നുണ്ടല്ലോ. സുവിശേഷകന്മാരെ ദൈവം നിയോഗിച്ചയക്കുകയാണ്. അല്ലാതെ സഭയിലുള്ള എല്ലാവരും ചെന്ന് സുവിശേഷ പ്രവർത്തനം നടത്തി നാട് നടന്നു ഘോഷിക്കുന്നതല്ല സുവിശേഷ പ്രവർത്തനം. നമ്മളൊന്നും പറയാതെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ, നമ്മെ നിരീക്ഷിക്കുന്ന ദൈവജനം, നമ്മിൽ വെളിപ്പെടുന്ന ദൈവസ്നേഹം തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മുടെ ജീവിതശൈലിയാകട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന വാക്യം നമ്മൾ ചിന്തിച്ചതാണ്. എങ്കിലും സന്ദർഭവശാൽ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. അതിങ്ങനെയല്ലേ പറയുന്നത്: അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ആ വെളിച്ചമാണ് പ്രകാശിക്കേണ്ടത്. അല്ലാതെ യേശു ഏകരക്ഷകൻ, ആ രക്ഷകനിൽ കൂടി മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെച്ചാലൊന്നും ഒരു കാര്യവുമില്ല. അതല്ല സുവിശേഷ പ്രവർത്തനം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും യേശുക്രിസ്തുവിൻ്റെ ദിവ്യസ്നേഹം വെളിപ്പെടുത്തുന്നവരായിത്തീരുന്ന ആ അനുഭവമുണ്ടെങ്കിൽ നമ്മെ നിരീക്ഷിക്കുന്ന ദൈവജനം നമ്മുടെ പ്രത്യേകത കണ്ട് നമ്മോടിങ്ങോട്ട് ചോദിക്കും, ഇതെന്താ കാര്യമെന്ന്. അപ്പോൾ നമുക്ക് സാക്ഷ്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. തിരുവചനത്തിലൂടെ അവർക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തിയും കൊടുക്കാം. എങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കുറെ സുവിശേഷപ്പെടുത്തുന്നത് കുറെ വീട് സന്ദർശിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടി, കണക്ക് കാണിക്കാൻ വേണ്ടി, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന നടപടി അല്ലിത്. ആദ്യമായി ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം, നിയോഗം പ്രാപിക്കണം. അതിനുശേഷം ചെയ്യേണ്ട നടപടികളാണ് ഇത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. തുടർന്ന് കർത്താവ് പറയുന്ന വാക്യം നോക്കൂ. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. ആ പദം വളരെ ശ്രദ്ധിക്കൂ. ദാസൻ യജമാനന് മീതെയുമല്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി, യജമാനനെ പോലെയാകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ ബെൽസെബൂൽ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ എത്രയധികം. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട. കർത്താവ് പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ ദൈവമക്കളെ. മറച്ചു വച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവിൻ, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പിൻ. അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധിക്കൂ. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കൂ ദൈവമക്കളെ. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട തിരുവചനം. യേശു കർത്താവ് പറഞ്ഞ വാക്യങ്ങളാണല്ലോ. എന്ത് മനോഹരമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നു നോക്കൂ. 29-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നല്ലോ. കാശിന് 2 കുരികൾ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട.
ഏറിയ കുരിയിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. ആ കുരിയിലിൻ്റെ കേസ് ഒന്ന് ഗൗരവമായി ചിന്തിക്കൂ. കുരിയിൽ താഴെ വീഴാതെ സൂക്ഷിക്കുന്ന ദൈവം തൻ്റെ മക്കളെ എത്ര അധികമായി കരുതുമെന്ന് യേശു കർത്താവ് തന്നെ നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഉത്കണ്ഠപ്പെടുന്ന ദൈവമക്കളെ? ഇത് ചുമ്മാ പറയേണ്ട വിഷയമല്ല. നമ്മെ കരുതുന്ന ഒരു ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അമ്മ മറന്നാലും മറക്കില്ലെന്ന് അരുളിച്ചത് പരിശുദ്ധനായ ദൈവം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മെ കൈവിടുമോ? നമ്മൾ അങ്ങനെയൊന്ന് ചിന്തിക്കൂ. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും അപകടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹവാനായ നമ്മുടെ പിതാവ് കണ്ണടച്ച് കളയുന്ന ദൈവമല്ലേ അല്ല. അതിൻ്റെ ഒക്കെ നടുവിൽ നീക്കുപോക്കുകൾ നൽകി നമ്മെ വഴി നടത്തുന്ന വലങ്കരം പിടിച്ച് വഴി നടത്തുന്ന പരമോന്നതനായ പരമപിതാവാം സത്യദൈവത്തെ നമുക്ക് പൂർണ്ണമായി ശരണപ്പെടുകയും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാം. ദൈവമക്കളെ, അവൻ കൈവിടുന്ന ദൈവമേ അല്ല. ഹല്ലേലൂയ. അടുത്തത് നമ്മൾ 34 വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പിപ്പാനത്രേ ഞാൻ വന്നത്. മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. അടുത്ത വാക്യം വളരെ ഗൗരവമായി കാണണമേ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. കർത്താവിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. നോക്കൂ ദൈവമക്കളെ, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഇപ്പോഴത്തെ പ്രോസ്പെരിറ്റി തിയോളജിയൻസ് എല്ലാം പറയുന്നത് കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവമാണ്, അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നമുക്കിങ്ങനെ വാരിക്കോരി നൽകുമെന്നല്ലേ പറയുന്നത്. ഇവിടെ യേശു കർത്താവ് 38 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. എൻ്റെ അർത്ഥം എന്താ? കർത്താവിനെ അനുഗമിച്ച ക്രൂശുണ്ട്, കഷ്ടതയുണ്ട്, പ്രതിസന്ധികളുണ്ട് എന്നല്ലേ കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നൊരു വാക്യമാണിത്. യേശു കർത്താവിനെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച്, ആ പദവും ശ്രദ്ധിക്കണം, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് സുവിശേഷം. അല്ലാതെ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ പിന്നെ സ്വർഗത്തിൽ നിന്ന് സർവ്വ ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും ഒക്കെ ഇങ്ങോട്ട് വാരി വിളമ്പി തരുമെന്ന് ധരിക്കരുതേ. അവിടെയാണ് പെശക് പറ്റിയത്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു വാക്യം ഓർമ്മ വരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 27 വാക്യം. ദൈവജനത്തിന് എല്ലാവർക്കും കാണാപ്പാഠം അറിയാവുന്ന മനോഹരമായ, നമുക്ക് ആശ്വാസം പകരുന്നൊരു മനോഹര വാക്യമാണല്ലോ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ആ പദവും ശ്രദ്ധിക്കൂ. ഇവിടെ യേശു കർത്താവ് പറയുക, ഞാൻ സമാധാനം തന്നിട്ടാണ് പോകുന്നതെന്ന്. ഏത്? യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ. പക്ഷെ മത്തായിയുടെ സുവിശേഷം 10 അധ്യായത്തിൻ്റെ ഈ 34 വാക്യത്തിൽ കർത്താവ് പറയുന്നത് എന്തുവാ? ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമല്ലേ ദൈവമക്കളെ? അപ്പോൾ പിന്നെ ഏതാ ശരി? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ലോകം കാണുന്ന സമാധാനമല്ല കർത്താവ് തരുന്നത്. യേശുക്രിസ്തുവിനെ പിൻപറ്റി യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം
അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത, വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത അനുപമമായ അത്യത്ഭുതകരമായ ദിവ്യ സമാധാനത്തിൻ്റെ കാര്യമാണ് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അത് ലോകം തരുന്ന പോലെയുള്ള സമാധാനം അല്ലെന്ന് യേശു കർത്താവ് എടുത്തു പറയുന്നത് ശ്രദ്ധിക്കൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യതയെപ്പറ്റി, ഞാൻ മരിച്ചാൽ ഏത് സമയത്ത് മരിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുമെന്നുറപ്പുള്ള നിത്യതയെപ്പറ്റിയുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവായി യേശുക്രിസ്തു വഴി വീണ്ടും ജനനം പ്രാപിച്ച് നമ്മൾ നിത്യതയ്ക്ക് ഒരുക്കപ്പെടുന്ന അനുഭവമുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏത് പരിപരുത്ത അനുഭവങ്ങളിലും അകത്തൊരു ദിവ്യ സമാധാനം നമുക്കുണ്ടല്ലോ. ആ സമാധാനത്തെ പറ്റിയാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്. അല്ലാതെ ലോകപ്രകാരമുള്ള സമാധാനമല്ല. അവിടെ കർത്താവ് എടുത്തു പറയുന്നത് ശ്രദ്ധിക്കണം. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്ന സമാധാനമെന്ന്. അതുകൊണ്ടാണ് ഈ മത്തായി സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ സമാധാനമല്ല പിന്നെ ഇത്രേ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്. ഈ അർത്ഥങ്ങളൊക്കെ അതിൻ്റെ തനിമയിൽ ഗ്രഹിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമക്കളെ, തുടർന്ന് കർത്താവ് പറയുന്ന 40-ാം വാക്യം നോക്കൂ. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. യേശു ദൈവമാണെന്ന് പറയുന്നവർ ചിന്തിക്കേണ്ടതാണ്. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ. അപ്പം യേശുവിനെ ആരും അയച്ചു? ആരയച്ചത്? അതാണ് സാക്ഷാൽ സത്യദൈവം, നിത്യദൈവം. ദൈവത്തെ ദൈവം അയക്കും എന്ന് പറയാൻ ഒക്കില്ലല്ലോ. ദൈവം സ്വന്തം നിലയിലാണ് തീരുമാനമെടുക്കുന്നത്, ആരെ അയക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ദൈവജനം ആത്മാവിൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും. അതൊക്കെ വിശദീകരണം ആവശ്യം. സിമ്പിളാണ് അല്ലേ? ഒരു വിശദീകരണം ആവശ്യം വേണ്ടത്. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തനെ ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് ഈ പ്രവൃത്തിയില്ലാതെ വിശ്വാസം മാത്രമെന്ന് പറഞ്ഞ ആളുകൾ വല്ല പറയുന്നില്ലേ? രക്ഷിക്കപ്പെടാൻ നമുക്ക് പ്രവൃത്തിയൊന്നും ആവശ്യമില്ല, അത് സത്യമാണ്. പക്ഷേ ഒരാൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ സൽപ്രവൃത്തികൾ മുഖാന്തരമാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്. അത് മനസ്സലിവും ദയയും കരുണയും ഒക്കെ കാണിച്ച് മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ഒരു ആത്മീയ പക്വതയിലേക്ക് നമ്മൾ വളരണം. ദൈവം സ്നേഹം തന്നെയാണ്, ദൈവം ദയാലുവാണ്, മനസ്സലിവുള്ള ദൈവമാണ്. അതേ ദിവ്യ സ്വഭാവം നമ്മളിലും വളരുവാൻ നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കണം ദൈവമക്കളെ. അതിന് സഹായകമായി ദൈവം എന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരുവാൻ നമുക്ക് ഈ നാളുകളിൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. അത് വാഞ്ചയോടെ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാവെ, എൻ്റെ ആത്മാവ് ദേഹം അങ്ങയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. അങ്ങ് എൻ്റെ മേൽ ആധിപത്യം പുലർത്തി എന്നിൽ വസിച്ചുകൊണ്ട് എന്നെ ഭരിച്ച് നയിച്ച് നിയന്ത്രിച്ച് പിതാവായ ദൈവത്തിൻ്റെ തിരുവിഷ്ടം ചെയ്യുവാനും യേശു ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റി യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ക്രിസ്തു എന്ന തലയോളം വളരുവാനും എന്നെ പ്രാപ്തനാക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ. അങ്ങനെ ദൈവപ്രസാദമുള്ള വിശുദ്ധ ജീവിതം നയിപ്പാൻ കേൾവിക്കാരേവരെയും നമ്മളെല്ലാവരെയും ഒരുപോലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് മറ്റൊരു ഭാഗവുമായി പിന്നെ കേൾക്കാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.